ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ്, ലോ ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള സബ്ജക്റ്റാണ്. എന്താണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നതിൻ്റെ മുന്നേയായിട്ട് നമുക്ക് എന്താണ് ടാക്സ് എന്ന് നോക്കാം. ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികളുടെ മുകളിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നതാണ് ടാക്സ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ തന്നെയാണ് ടാക്സ്. ടാക്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി ഒരാളിലായിരിക്കും, അതുപോലെ തന്നെ ടാക്സിൻ്റെ ഇമ്പാക്റ്റും ആ വ്യക്തിയിൽ തന്നെ ആയിരിക്കും. അതായത് ടാക്സിൻ്റെ ബേർഡൻ ഒരിക്കലും നമുക്ക് വേറൊരു വ്യക്തിയുടെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഒരു വ്യക്തിക്കായിരിക്കും, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് അനദർ പേഴ്സണിലായിരിക്കും. ടാക്സിൻ്റെ ബേർഡൻ നമുക്ക് വേറൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെയിൽസ് ടാക്സ്, GST ഒക്കെ. ഇനി നെക്സ്റ്റ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് എങ്ങനെയൊക്കെയാണ് ലെവി ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിക്കവറി ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻകം ടാക്സ് ആക്ട് 1961 പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് അതോറിറ്റിയാണ്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് അതോറിറ്റിയാണ് CBDT, സുപ്രീം അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇതിലെങ്ങനെയാ വെച്ചാൽ ഇതിൽ നമ്മൾ ടാക്സ്, അതായത് ഇൻകം ടാക്സ് റൂൾസും പോളിസീസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും CBDT ആണ്. സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അപ്പെക്സ് ബോഡി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻകം ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. സെക്കൻഡ് ആനുവൽ ടാക്സ്, ആനുവലി ആണ് നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. തേർഡ് ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ 5 ഹെഡ്സ്. ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡ്സിലാണ്. 5 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ക്യാപിറ്റൽ ഗെയിൻസ്, ലാസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത്, നമ്മൾ പറഞ്ഞ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ് കളക്ഷനും റിക്കവറിയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇൻകം ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് ഫീച്ചർ, ഇൻകം ഏൺ ചെയ്യുന്നത് ലീഗലായാലും ഇല്ലീഗലായാലും അതെന്താണ്, ടാക്സബിൾ ആണ്. ഇത്രയാണ് ഇൻകം ടാക്സിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം കുറച്ച് ബേസിക് കൺസെപ്റ്റ്സുകളുണ്ട്. ഫസ്റ്റ് വരുന്നത് ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/24 ആണ് സെക്ഷൻ. ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതുപോലെ തന്നെ ലോട്ടറി വിൻ ചെയ്ത് കിട്ടുന്ന ഏർണിങ്സ്, വല്ല പസിൽ ഗെയിമും വിൻ ചെയ്ത് കിട്ടുന്ന ഏർണിങ്സ്, ഇതൊക്കെ നമ്മൾ ഇൻകം എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പേഴ്സൺ, 2/31. പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ, ആൻ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എ കമ്പനി, എ ഫേം, AOP ഓർ BOI. ഇനി AOP ഓർ BOI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതെന്താണെന്ന് വെച്ചാൽ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികം വ്യക്തികളോ ജോയിൻ ചെയ്യണേനെയാണ് നമ്മൾ AOP എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ ലോക്കൽ അതോറിറ്റി, ലാസ്റ്റ് വൺ എവരി ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അക്കൗണ്ടിങ്ങിൽ അതായത് April 1 to March 31 വരെയുള്ള പീരീഡിനെ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇൻകം ടാക്സിൽ പറയുമ്പോൾ അതിന് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നാണ് പറയുക. അതായത് April 1 to March 31 വരെയുള്ള പീരീഡാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നമ്മൾ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഏതായിരിക്കും,
2020-21. Starting from April 1st, 2020 to 31st March 2021 എൻഡ് ചെയ്യുന്നത്. ഇനി ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് ബാക്കിൽ കിടക്കുന്ന ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയണത്. അതായത് ഇപ്പോൾ അസസ്മെൻറ്റ് ഇയർ 2020-21 ആണെങ്കിൽ പ്രീവിയസ് ഇയർ ഏതായിരിക്കും? 2019-20 ആയിരിക്കും. ഇനി ഇൻകം ടാക്സിൽ നമ്മൾ ഇൻകം അസസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. അതായത് അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ അസസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ മുകളിലാണ്. പക്ഷേ ചില കേസിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ ഏത് ഇയറാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയറിൽ തന്നെ നമ്മൾ അസസ്മെൻറ്റും ചെയ്യും. അത്തരം കേസിനെയാണ് നമ്മൾ ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുക. ഈ ഒരു 5 കേസിൽ മാത്രമേ നമ്മൾ അങ്ങനെ അസസ് ചെയ്യുള്ളൂ. അതായത് ഏത് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്തത് ആ ഇയർ തന്നെ അസസ്മെൻറ്റ് നടത്തും. ഈ ഒരു 5 കേസിൽ മാത്രം. നോർമലി നമ്മൾ ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിൽ അസസ് ചെയ്യുന്നത് തൊട്ട് ബാക്കിലുള്ള പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ മുകളിലാണ്. ഇനി ഏതൊക്കെ കേസിലാണ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിൻ്റ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളൊരു ഒരു വ്യക്തി ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്ത ഇൻകം നമ്മൾ ഏത് ഇയറിലാണോ ഏൺ ചെയ്തത് ആ ഇയർ തന്നെ അസസ്മെൻറ്റും ചെയ്യും. സെക്കൻഡ് പോയിൻ്റ് ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ളൊരു വ്യക്തി ഇന്ത്യ വിട്ട് ഔട്ട്സൈഡ് കൺട്രീസിലേക്ക് പോകുക എന്നുള്ളൊരു ചാൻസ് വരികയാണെങ്കിൽ ആ കേസിലും നമ്മൾ എന്ത് ചെയ്യും? ഏത് ഇയറിലാണോ അയാൾ ഇൻകം ഏൺ ചെയ്തത് ആ ഇയറിൽ തന്നെ അസസ്മെൻറ്റ് നടത്തും. തേർഡ് പോയിൻ്റ് ഇൻകം ഓഫ് AOP ഓർ BOI. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും 2 അതിലധികം വ്യക്തികളോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ഒരു പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് ഏത് ഇയറിലാണോ അവർ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയർ തന്നെ അസസ്മെൻറ്റും നടത്തുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് ഒരു വ്യക്തി വേറൊരാളുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഏത് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്തത് ആ ഇയറിൽ തന്നെ അസസ്മെൻറ്റ് നടത്തും. ദെൻ ലാസ്റ്റ് പോയിൻ്റ് ഓൺ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എന്തെങ്കിലും ബിസിനസ്സോ പ്രൊഫഷനോ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ഏത് വർഷമാണോ അല്ലെങ്കിൽ ഏത് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്തത് ആ ഇയറിൽ തന്നെ നമ്മൾ അസസ്മെൻറ്റും ചെയ്യും. ഈ 5 കേസാണ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ്. നെക്സ്റ്റ് അസസ്സി 2 Clause 7. അസസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ അസസ്സി എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കേസിലാണ് അസസ്സി വരുന്നതാണ് 3 പോയിൻ്റാണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് പേഴ്സൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഈസ് ടേക്കൺ. അതായത് ടാക്സ് പേ ചെയ്യുന്ന പേഴ്സൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പറയുന്നത് ഡീംഡ് അസസ്സി. ചില കേസിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന് തന്നെ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ചില കേസിൽ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിനായിരിക്കില്ല നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്, വേറൊരാൾ ഏൺ ചെയ്ത ഇൻകത്തിന് നമ്മൾ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അയാൾ നമ്മൾ അസസ്സി എന്നല്ല പറയുന്നത്, ഡീംഡ് അസസ്സി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കുന്നത് ഗാർഡിയൻ ഓർ പാരൻ്റ് ആയിരിക്കും. അതാണ് ഡീംഡ് അസസ്സിക്ക് എക്സാമ്പിളായിട്ട് പറയുക. നെക്സ്റ്റ് അസസ്സി ഇൻ ഡിഫോൾട്ട്. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പേ ചെയ്യുന്നതിലോ എന്തെങ്കിലും ഫെയിലിയർ വരുത്തിയിട്ടുള്ള വ്യക്തിയെയാണ് നമ്മൾ അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചർ ഇൻകം ആ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അഗ്രികൾച്ചർ ആക്ടിവിറ്റിയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആയിരിക്കും. ഇനി ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലാൻഡിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആയിരിക്കണം. അതുപോലെ തന്നെ ആ ലാൻഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് ആയിരിക്കണം. അത് ഉപയോഗിക്കുന്നത് ഓൺലി ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലാൻഡ് ആയിരിക്കണം. കൂടാതെ അത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. അത്തരം ലാൻഡിൽ നിന്ന് കിട്ടുന്ന
ഏർണിങ്സിനെയാണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് 1A. നെക്സ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഫോർത്ത് ക്യാപിറ്റൽ ഗെയിൻസ്, ഫിഫ്ത്ത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡ്സും ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോട്ടൽ ഇൻകം 2 ക്ലോസ് 45. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഉള്ള ഡിഡക്ഷൻസ് ആണ് സെക്ഷൻ 80C to 80U. ഇത് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം. നെക്സ്റ്റ് കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടറി വിൻ ചെയ്ത് കിട്ടുന്ന ഏർണിങ്സ്, അതുപോലെ തന്നെ വല്ല പസിൽ ഗെയിമും വിൻ ചെയ്ത് കിട്ടുന്ന ഏർണിങ്സ്, ഹോഴ്സ് റേസ് വിൻ ചെയ്ത് കിട്ടുന്ന ഏർണിങ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. സെക്ഷൻ 2 ക്ലോസ് 29C. എന്താ വെച്ചാൽ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികളുടെ മുകളിൽ ചാർജ് ചെയ്യുന്ന റേറ്റാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. ഷോർട്ടാക്കിയിട്ട് നമ്മൾ MMR എന്നും പറയും ഇതിന്. പ്രസൻറ്റ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. നെക്സ്റ്റ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ഈ കാണുന്ന ഇക്വേഷൻ പോലെ തന്നെയാണ് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻകം ടാക്സിനെ ടോട്ടൽ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റേറ്റാണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം പറയുന്നത്.